ഒരു വലിയ അധികാരമുണ്ട്. ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ജീവിതത്തിൽ നിരാശയിൽ നിന്ന് രാത്രിയിൽ മാറിപ്പോകും. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയപ്പെടും. ജീവിതത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളുമായി ഈ രാത്രിയിൽ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ശബ്ദം നിന്നോട് സംസാരിക്കുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, വാത്സല്യ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്തിന് ശബ്ദത്തിന് ചില ബന്ധനങ്ങളെ അഴിക്കാൻ പറ്റോ? ഈ ദൈവവചനത്തിന് ശബ്ദത്തിന് ചില രോഗസൗഖ്യം തരാൻ പറ്റോ? ഈ ദൈവവചനത്തിന് ശബ്ദത്തിന് നിന്റെ നിരാശകളെ മാറ്റിമറിക്കാൻ പറ്റോ? നിന്റെ ദുഃഖങ്ങളെ മാറ്റിമറിക്കാൻ പറ്റോ? നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന തിരമാല പോലെ ഉയർന്നു വരുന്ന ഭയാനകരമായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഈ ശബ്ദം നിന്നെ ജയോത്സകരമായി നടത്താൻ അധികാരമുള്ള ശബ്ദമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട്, വളരെ പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിൽ ഈ അല്പസമയം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയത്തില് ചില മിനിറ്റുകൾ ഞാൻ നിങ്ങളിൽ നിന്ന് ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ ചില മിനിറ്റുകൾ ഈ ദൈവവചന കേൾവിക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഇന്ന് രാത്രി വലിയൊരു വിടുതല്, ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി കാണാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അത് 28 മുതൽ 1-2 വേദവചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതലുള്ള വേദവചനങ്ങൾ. അതിന് പത്രോസ്, കർത്താവേ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അതാ വിളിച്ചു പറയുകയാണ്. ഒരുവനോട് വിളിച്ചു ചോദിച്ചു, നീ ആകുന്നുവെങ്കിൽ കർത്താവേ, ഞാൻ വെള്ളത്തിൽ നിന്റെ അരികിലേക്ക് വരുവാൻ നീ ഒന്ന് കൽപ്പിക്കണം. അവിടുത്തെ സ്വരം കേട്ടോണമേ, വരിക എന്ന് അവൻ പറഞ്ഞു. ഇന്ന് രാത്രിയില് ജീവിതത്തിന്റെ നിരാശയുടെ പടുകുഴിയിൽ, വേദനയുടെ അതിയായ കാഠിന്യത്തിൽ, ഒറ്റപ്പെടലുകളിൽ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവളായി നിരാശയോട് ദുഃഖത്തോടുകൂടെ ഈ ശബ്ദം ഇന്ന് രാത്രി കേൾക്കുന്നുവെങ്കിൽ അതാ സ്തോത്രമല്ലേലൂയ. നിന്നെ പലപ്പോഴും ചേർത്ത് പിടിക്കാൻ നീ ആശ്രയിച്ചതോ, പലപ്പോഴും നീ ചേർത്ത് പിടിക്കുമെന്ന് നീ ആഗ്രഹിച്ചതോ, പലപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ അർഹിക്കപ്പെട്ടവരോ നിന്നെ സ്തോത്രമല്ലേലൂയ സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നെ കണ്ടിട്ട് കാണാതെ വഴിമാറി പോകുമ്പോൾ സ്തോത്രം ആഗ്രഹിച്ചു, എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരാളുണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്റെ മാതാപിതാക്കളുണ്ടല്ലോ, എനിക്ക് സ്തോത്രമല്ലേലൂയ താങ്ങായി തണലായി തുണയായി എന്റെ ഭർത്താവുണ്ടല്ലോ, ആമേൻ സ്തോത്രമല്ലേലൂയ എന്റെ ജീവിതത്തിന് ഏത് മേഖലകളിലോ എനിക്കൊരു സഹായമായി, എനിക്കൊരു ആശ്വാസമായി എന്റെ ഭാര്യയുണ്ടല്ലോ. അല്ലെങ്കിൽ സ്തോത്രമല്ലേലൂയ നീ ക്ഷീണിതനാകുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, നീ തളർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നീ രോഗത്താൽ പിടിക്കപ്പെടുമ്പോൾ, വാർദ്ധക്യത്തിൽ നീ സ്തോത്രമല്ലേലൂയ വല്ലാത്ത ഭയത്തിലോ വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണങ്ങളിൽ നീ അകപ്പെടുമ്പോൾ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. എന്റെ മക്കള് എന്നെ താങ്ങുവാൻ, എന്റെ മക്കള് എനിക്ക് കൈത്താങ്ങിനായി, എന്റെ തലമുറകൾ എല്ലാവരും തള്ളിക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായി അറിയുന്ന പത്രോസ് പ്രതികൂലങ്ങളുടെ നടുവിൽ കുഞ്ഞെ നീ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, പിതാവേ നീ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, അഭിഷക്തരെ നീ നിരാശയോടെ ഇരിക്കുമ്പോൾ, അവ സഹോദരാ നീ എന്തു ചെയ്യണമെന്ന് അറിയാതെ നീ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഈ പടകിന്റെ അകത്ത് ആമേ ശിക്ഷഗണങ്ങൾ ഒറ്റപ്പെട്ടിട്ട് ഭയാനകരമായ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ നടുവിൽ നിന്ന് ഒരുവനല്ലേലൂയ തിരമാലയുടെ മുകളിൽ കൂടെ നടന്നു വരുന്ന അരിമനാഥന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിന്റെ മീതെ ഞാൻ നടന്നു വരുവാൻ വെള്ളത്തോട് നീ ഒന്ന് കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി വെള്ളങ്ങളോട് കൽപ്പിക്കുവാൻ,
നിനക്ക് വേണ്ടി തിരമാലയോട് കൽപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി അവ ഇളകി വരുന്നു, അവ മറഞ്ഞു വരുന്ന കടലിനോട് കൽപ്പിക്കുവാൻ, ഹല്ലേലൂയ, അതിന്റെ സ്വഭാവങ്ങളെ നിനക്ക് വേണ്ടി മാറ്റിത്തരുവാൻ എന്റെ ദൈവശക്തനാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ ആയിരിക്കുന്ന ഇടത്തിരുന്നോണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ ജീവിതത്തെ സാഹചര്യങ്ങളെ എന്റെ കർത്താവ് മാറ്റിമറിക്കാൻ പോകുക. എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സമതല തെറ്റിയതുപോലെ, നിലയില്ലാത്ത പോലെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തം നിൽക്കുവാൻ ഇനി കഴിയത്തില്ലെന്ന് നീ വിധി എഴുതിയ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവ സ്വാമി ആ വിഷയത്തിന്റെ സ്വഭാവമെന്ന് നിനക്ക് വേണ്ടി മാറ്റാൻ പോകുകയാണെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മേൽ നടന്നു വരുവാൻ വെള്ളത്തോട് കൽപ്പിക്കുക. സാഹചര്യം നമുക്കറിയാം. സ്തോത്രം. ഇന്നലകളിൽ യേശുവുമായി കൂടിയിരുന്ന ശിക്ഷഗണങ്ങൾ, അവരെ അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങൾ കണ്ടവർ, അവൻ കൊടുത്തിരിക്കുന്ന 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി 5000 പുരുഷന്മാർക്ക്, 15 കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടുപോലെ ഭക്ഷിപ്പാൻ കൊടുത്തവൻ. ആമേൻ സ്തോത്രം. അവർ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം 12 കുട്ടം നിറച്ചു കൊടുത്തവൻ. ഹല്ലേലൂയ. ശിഷ്യന്മാരെ നിർബന്ധിച്ചു, നിങ്ങൾ വേഗം അക്കരയ്ക്ക് പോകുക. ജനത്തെ, പുരുഷാരത്തെ പിരിച്ചുവിട്ടു. ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാ. കാരണമെന്നറിയാമോ? ഒരു പകൽ മുഴുവനും ശിക്ഷഗണങ്ങളോടും പുരുഷാരത്തോടും കൂടിയിരുന്ന നാഥൻ രാത്രിയുടെ യാമമായപ്പോൾ അവൻ പുരുഷാരത്തെ പറഞ്ഞു വിട്ടു. ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിട്ടു. അവൻ ഏകനായൊരു മലയിലേക്ക് കയറുകയാ. ഇന്ന് രാത്രി സ്നേഹിത, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ പറഞ്ഞു വിട്ടവൻ, നിന്നോട് നിർബന്ധിച്ചവൻ, നിർബന്ധത്താൽ അല്ലെങ്കിൽ വയലിൽ നിന്ന് കയറി വരുന്ന കുറേനക്കാരൻ അവന്റെ ക്രൂശ് ചുമന്നതിന്റെ ഫലം അവന്റെ തലമുറകൾ അനുഭവിച്ചു. അവന്റെ ജീവിതത്തിൽ നന്മകൾ കാണാൻ പറ്റി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ നിർബന്ധം, ദൈവത്തിന്റെ ആലോചന, ദൈവം നിന്നെ വരിക എന്ന് വിളിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ഒരു ഒഴിവുകഴിവ് പറയരുത് സ്നേഹിത. ഇന്ന് രാത്രി വരിക എന്ന് പറയുമ്പോൾ നിന്റെ ശുശ്രൂഷ മേഖലകളിൽ നീ അതിന് ഒരു ഒഴിവുകഴിവ് പറയരുത് അഭിഷിക്തനെ. ഇന്ന് രാത്രി വരിക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ തയ്യാറാണെങ്കിൽ, അതേ പത്രോസ്, ഹല്ലേലൂയ, അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ ന്യായശാസ്ത്രം പരീക്ഷന്മാര് ഒരു കൂട്ടര് മാറി നിന്നുകൊണ്ട് ആമേ സ്തോത്രം, ഹല്ലേലൂയ, ചില വാക്ക് പെരുപ്പങ്ങള്, ചില നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ആമേ 11 ശിക്ഷഗണങ്ങളോട് കൂടെ 12ാമനായി അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ അരുമനാഥന്റെ ശബ്ദം ആ പുരുഷാരത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് രാത്രി സംഭവിച്ചത് 3000 അകത്തളങ്ങളിലേക്ക് യേശുവിന്റെ സ്നേഹം കടന്നു എന്ന് അവർ ഉള്ളിലെ പാപബോധം അവർക്കുണ്ടായി. അവർ യേശുവിനെ സ്വീകരിച്ചു. അവിടെ അത്ഭുതങ്ങൾ നടന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, 2021 ഈ 1-ാം മാസം, ഈ അവസാനത്തെ ദിവസത്തിൽ ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സ്ഥിതി ഗതികളെ എന്റെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ ശുശ്രൂഷയുടെ ഗതി ദൈവം തിരിക്കാൻ പോകുക. നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ എന്റെ കർത്താവ് ഒന്ന് ഹല്ലേലൂയ ഒന്ന് വലിയ വല വീശിയിട്ട് ഒരു ഉപ്പ പോലും കിട്ടാതെ, ഒരു കുഞ്ഞു പരൽ പോലും കിട്ടാത്ത അതേ കടലിലേക്ക് ചൂണ്ടലുമായി യേശു ആമേ അവന് പറഞ്ഞു വിടുമ്പോൾ മനുഷ്യമായിട്ട് അവന് വിശ്വസിക്കാൻ കഴിയത്തില്ല, അവന് അംഗീകരിക്കാൻ കഴിയത്തില്ല, അവന് ചൂണ്ടലെറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതാ അരുമനാഥന്റെ വാക്കിന്റെ മുമ്പിൽ വലയെറിഞ്ഞ് ശീലിച്ചവർ, പെരുത്ത കൂട്ടം മീൻകൂട്ടങ്ങളെ പിടിച്ച് വലിച്ചു കയറ്റിയവർ, അതുകൊണ്ട് ഉപജീവനം കഴിച്ചവർ കഴിഞ്ഞ ദിവസം മുഴുവനോ വല മാറി വീശിയിട്ടോ ഒന്നും കിട്ടാത്തിടത്തേക്ക് അവര് ചൂണ്ടലെറിയുകയാ. സ്നേഹിത, ഇന്ന് രാത്രി യേശുവിന്റെ വാക്കിന് അധികാരമുണ്ട്. അവൻ വിളിച്ചാൽ അവൻ വരിക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അത് നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ എന്റെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ അവസ്ഥകളെ എന്റെ ദൈവം മാറ്റാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിന്നോട് വിളിച്ചു പറയുക, ആത്മാവിൽ നിന്നെ നോക്കി പ്രവചിച്ച് വിളിച്ചു പറയുക, ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഭവനത്തിന്റെ അകത്തളകളിൽ, സമാലയത്തിന്റെ ഉള്ളില്, പെയ്ത്തോമിന്റെ ഉള്ളില്, ഹല്ലേലൂയ, വാഹനത്തിന്റെ അകത്തളകളിൽ, ഹല്ലേലൂയ, ഓഫീസ്
ഓഫീസിൽ എല്ലാവരും പോയിട്ട് നീ ഏകനായിരിക്കുമ്പോ ഹല്ലേലൂയ ആമേൻ വീട്ടിൽ കയറുവാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ അകത്ത് നിരാശയോടെ ദുഃഖത്തോടെ വേദനയോടെ ആമേൻ സ്തോത്രമല്ലില്ല ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇന്ന് രാത്രി നീ ഇരുന്നു കൊണ്ട് ഈ ലൈവ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആത്മാവെ ഞാൻ വിളിച്ചു പറയാ ഇന്ന് രാത്രിയിലോ നിന്റെ ഒറ്റപ്പെടലിന്റെ നടുവിലോ നിന്റെ ശൂന്യതയുടെ നടുവിലോ നിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിലോ നിന്റെ വേദനയുടെ ഇടയിൽ ഒരുവന്റെ സാന്നിധ്യം ഇതാ ഇന്ന് രാത്രി ഇറങ്ങി വരികയോ അവനത്ര പറഞ്ഞത് വരിക. പ്രൈസ് ദി ലോർഡ്. അവനത്ര പറഞ്ഞത് വരിക. അതല്ല ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. ആമേൻ സ്തോത്രമല്ല പദം നിങ്ങൾ ഒരിക്കലൂടെ വാക്യം ശ്രദ്ധിക്കണമേ. ആമേൻ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അതിന് പത്രോസ് ഏതിനാണ് പത്രോസ് തുഴഞ്ഞു മടുത്തു. പടക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. തിരകൾ കുത്തിമറിയാൻ തുടങ്ങി. യാതൊരു രക്ഷയുമില്ല. മറ്റു കൂടെയുള്ളവരെല്ലാം പറഞ്ഞ് രക്ഷയില്ല, ആഴക്കടലിൽ മുങ്ങി മരിക്കുക. എന്നാൽ അതിന് പത്രോസ് അവനോടുള്ള ബന്ധത്തില്, സമുദ്രത്തോടുള്ള ബന്ധത്തില്, മരണഭീതിയോടുള്ള ബന്ധത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര ചികിത്സിച്ചിട്ടും എത്ര മെഡിസിൻ എടുത്തിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നീക്കുപോക്കില്ലാത്ത ശരീരത്തിന്റെ രോഗബന്ധനങ്ങൾ നോക്കിക്കൊണ്ട് യേശു പറയും അതിന് ഇന്ന് രാത്രി വരിക. ഒരു വിടുതൽ നിന്റെ മേൽ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇത് കേവലം സ്തോത്രം ഒരു ഫേസ്ബുക്ക് ലൈവ് അല്ല. ദൈവത്തിന്റെ ഈ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് വ്യക്തമായി വിളിച്ചു പറയുകയാ. ഈ സമയം ഹല്ലേലൂയ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയിലോ നിങ്ങൾ ആരെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തിന്റെ അഭിഷേകത്തിന് ഇന്ന് രാത്രിയോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരം ഇതാ നിന്റെ ജീവിതത്തിന്റെ അടുത്തുണ്ട്, നിന്റെ ഭവനത്തിനകത്തുണ്ട്, നിന്റെ പേത്തൂമിന്റെ അകത്ത് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. അതിന് പത്രോസ് പറയുക കർത്താവേ നീ ആകുന്നുവെങ്കിൽ ആമേൻ. അതിന് മുമ്പ് അവർ പറഞ്ഞ പദമുണ്ട്. യേശു നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടില്ല. ഭയം, ഉള്ളിൽ ഭീതിയും സങ്കടവും നിറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കടലിന്റെ ആമേൻ തിരമാലയുടെ മുകളിൽ അവൻ മയക്കാമേ ഇരുട്ടുപിടി സമയത്ത് അവർ ഭയത്തോടെ നിൽക്കും. ആരും സഹായിക്കാനില്ല. യേശു അവരെ അക്കരയ്ക്ക് നിർബന്ധിച്ചു വിട്ടതോ, യേശു ഏകനായി പോകുന്നത് കണ്ടതോ. പക്ഷെ ഇവർ പെട്ടത് ഭയത്തോടെ നോക്കിയപ്പോ ഒരു രൂപം ഇങ്ങനെ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു രൂപം നിൽക്കുകയാ. അവരെല്ലാം ഒരുമിച്ച് വിളിച്ചു ഭൂതം ഭൂതം എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാ പത്രോസ് അതിന്റെ പദങ്ങൾ വാക്ക് കേൾക്കണമേ. അതിന് എല്ലാവരും അങ്ങനെ പറയുമ്പോൾ അതിന് പത്രോസ് പറയും നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീൻ നിന്റെ മേലെ നിന്റെ അടുത്തേക്ക് വരട്ടെ. ഇന്ന് രാത്രി ചില വെള്ളങ്ങൾ നിന്നെ മുക്കിക്കളയുമെന്ന് പറയല്ലേ. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലെ നിനക്ക് ഭയം, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയുന്നില്ല. കാരണം എന്തോ ആഴിപോലെ വെള്ളം കിടക്കുകയോ, നിലയില്ലാത്ത വെള്ളം, തിരമാലകൾ, ചുഴികൾ. അവൻ എങ്ങനെ കാലെടുത്ത് വെക്കോ, എങ്ങനെ നടന്നു പോകും. പക്ഷെ ഇന്ന് രാത്രിയിൽ കേൾക്കണമേ. അതിന് പത്രോസ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മേൽ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് ആമേൻ 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 യേശുവിന്റെ അടുക്കൽ വരേണ്ടതിന് നീ ഇന്ന് രാത്രിയിൽ അപേക്ഷിച്ചാൽ അവൻ ഇന്ന് രാത്രി നിന്നെ ഉപേക്ഷിക്കത്തില്ല സ്നേഹിത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ ഒരുപക്ഷെ കടം കേറി കടബാധ്യതകൾ ഏറി ആരുടെയെങ്കിലും എടുത്തോ, അവൻ ബന്ധുക്കളെ എടുത്തോ, ഉറ്റ സ്നേഹിതരെ എടുത്തോ, ആരുടെയെങ്കിലും എടുത്തോ ഒരു വായ്പയ്ക്ക് വേണ്ടി നീ ചെല്ലുവാൻ നീ ഫോൺ വിളിക്കുമ്പോ ഇന്ന് വരണ്ട. സ്തോത്രം. പല ബുദ്ധിമുട്ടിൽ നീ ആയിരിക്കുമ്പോ, പല പ്രയാസങ്ങളായിരിക്കുമ്പോ നമ്മൾ അഭയം ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോ പല ഒഴിവുകളിൽ പറഞ്ഞ ഇന്ന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പലരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ, പലരും നിന്നെ നിരാശപ്പെടുത്തിയിട്ടില്ലേ. നിന്റെ തോളിൽ കൈയിട്ട് നടന്നവർ, നിന്നോട് സ്തോത്രമല്ലേലിയ നന്മകൾ അനുഭവിച്ചവർ, ചില സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പൈതലെ സ്നേഹിത യുവാവേ, സഹോദരി, മാതാവേ, പിതാവേ, നിന്റെ ഒറ്റപ്പെടുന്ന നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ മധ്യത്തിൽ നീ പലരിന്റെ അടുത്ത് ആശ്രയിക്കാൻ വേണ്ടി നീ പല സഹായത്തിനായി നീ അടുത്തപ്പോ നിന്നെ കണ്ടു കാണാതെ നിന്നെ ഒഴിഞ്ഞു മാറിപ്പോയ സംഭവങ്ങൾ ഒന്നല്ല 100 നിന്റെ
ജീവിതത്തിൽ സംഭവിച്ച വേദനയുടെ എത്രയെത്ര കഥകളുമായി ഇന്ന് രാത്രി വചനം കേൾക്കുന്നുവോ? എന്നാൽ എന്റെ യേശു അങ്ങനെയല്ല. നിന്റെ അടുത്തേക്ക് ഞാൻ വരട്ടെ ചോദിക്കുമ്പോ അവൻ സ്നേഹത്തോടെ വരിക എന്ന് അവൻ നിൽക്കുന്നത്. അവൻ സമുദ്രത്തിന് മുകളിൽ യേശു നോക്കിയില്ല, സമുദ്രത്തിന്റെ ആഴത്തിൽ യേശു നോക്കിയില്ല, വെള്ളത്തിന്റെ ഇളക്കം യേശു ശ്രദ്ധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആഴിയുടെ അല്ലെങ്കിൽ തിരമാല കുത്തി പറയുന്നത് എന്റെ കർത്താവിന് വിഷയമല്ല. അവൻ വരിക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അകത്ത് തിരമാല ഒതുങ്ങും. ആഴി സ്തോത്രമല്ല സമഭൂമിയായി മാറും. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ ആഴ്ഞ്ഞു തുഴഞ്ഞിട്ട് നിന്റെ പടക് നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ തിരമാല അതിനെ തകർത്ത് കളയത്തക്കവണ്ണം ആമെ പടകിലേക്ക് വെള്ളം ആമെ തള്ളി കയറിക്കൊണ്ടിരുന്നപ്പോ ഇതാ ആ പടകിനെ ഉടയ്ക്കത്തക്കവണ്ണം തിരമാല കുത്തി മറയുമ്പോൾ അതിന്റെ മുകളിൽ കൂടെ നടന്നു വരിക യേശു വിളിച്ചുവെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത ഇന്ന് രാത്രി വരിക. സ്തോത്രം. ഹല്ലേലൂയ. വരിക എന്ന് അവൻ പറഞ്ഞു. കേട്ടോ, പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ എന്തിന്റെ മേലെ നടന്നത്? വെള്ളത്തിന്റെ മീതെ നടന്നു. സ്തോത്രം. ദൈവം വിളിച്ചാൽ സ്നേഹിത, സർവശക്തൻ വിളിച്ചാൽ ഹല്ലേലൂയ ആമേ സാഹചര്യം നോക്കത്തില്ല, സന്ദർഭം നോക്കത്തില്ല, പ്രതികൂലങ്ങൾ നോക്കത്തില്ല. അവൻ നിന്നെ വിളിച്ചാൽ ഏത് പ്രതികൂലവും നിന്റെ കാൽ കീഴിൽ അമരും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അവന്റെ മുമ്പിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. സ്തോത്രം. സക്കായിയെ ദൈവം വിളിച്ചപ്പോൾ അവന്റെ മുമ്പിൽ പ്രതികൂലങ്ങളുണ്ട്, സാഹചര്യങ്ങൾ അവന് മുമ്പിൽ പ്രതികൂലമായി നിൽക്കുകയാ. സ്തോത്രം. പൗലോസിനെ വിളിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടുണ്ട്. ഇന്ന് രാത്രി എന്റെ കർത്താവ് വിളിക്കുമ്പോൾ അവൻ സാഹചര്യങ്ങളെ നോക്കി അവൻ സ്തോത്രമല്ല വിലയിരുത്തിയിട്ടല്ല നിന്നെ വിളിക്കുന്നത്. സ്തോത്രം. ലോകത്തിലെ പലരും വിളിക്കുന്നത് നമുക്കറിയാം. സാഹചര്യം നോക്കും, സന്ദർഭങ്ങൾ നോക്കും, അവൻ ആരാണെന്ന് നോക്കും, അവൻ സ്തോത്രം അല്ലെങ്കിൽ നിറം നോക്കും, അവൻ ജാതി നോക്കും, പണം നോക്കും, അവൻ സ്തോത്രമല്ല പലതും നോക്കിയിട്ടാ വിളിക്കുന്നത്. സ്തോത്രം. പല ക്വാളിറ്റി നോക്കിയിട്ടാ ജനം വിളിക്കുന്നത്, സംഘടനകൾ വിളിക്കുന്നത്. അവൻ ഇന്ന് രാത്രി യേശു വിളിക്കുന്നുണ്ടല്ലോ. നിറം നോക്കത്തില്ല, ക്വാളിറ്റി നോക്കത്തില്ല, യോഗ്യതകളൊന്നും നോക്കത്തില്ല, ജോലി നോക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മീൻപിടുത്തക്കാരനെയും അല്ലെങ്കിൽ കൂടാരപ്പണിക്കാരനെയും അവൻ രാജകൊട്ടാരത്തിൽ വാഴുന്ന രാജകുമാരനെയും സ്തോത്രം ഹല്ലേലൂയ ഇരുമ്പ് പണിക്കാരനെയും തോൽപ്പണിക്കാരനെയും ഹല്ലേലൂയ അവൻ ശമരിയക്കാരിയെയും അവൻ യേശു വിളിക്കും. മോബാബി സ്ത്രീ രൂത്തിനെ വിളിക്കും യേശു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ വിളി അപ്പന്റെ ഭവനത്തിൽ ഇളയ പുത്രൻ ദാവീദിനെ വിളിച്ചു. ഇന്ന് രാത്രി എന്റെ യേശുവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ജാതികമായിട്ട് ക്വാളിറ്റികളൊന്നുമില്ല. ഇന്ന് രാത്രി എന്റെ യേശു നിന്നെ വിളിക്കുക, വരിക വരിക ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ. അവൻ സ്തോത്രം വരിക. പടകിൽ നിന്നിറങ്ങി വെള്ളത്തിന്റെ മീതെ നടന്നു. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ എന്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്താൻ പോകുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, യവനക്കാരാ, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ യുവതി യുവാവേ, ഇന്ന് രാത്രി വിളിച്ചു പറയാ, നിന്റെ പ്രായത്തിനപ്പുറമായി വേദനകൾ ചുമന്നുകൊണ്ട് നീ പോകുമ്പോൾ, സങ്കടങ്ങൾ പേറിക്കൊണ്ട് നടക്കുമ്പോൾ, ജീവിതത്തിൽ എവിടെയല്ലോ ഒറ്റപ്പെട്ടതുപോലെ, എവിടെയല്ലോ നിരാശപ്പെട്ടതുപോലെ നീ യാത്ര ചെയ്യുമ്പോൾ, ഇന്ന് രാത്രി യേശു പറയുക, നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരിനെ കണ്ട്, നിന്റെ വേദനകളുടെ ശബ്ദം കേട്ടോ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ എന്റെ യേശു ശക്തനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചു നോക്കിയേ.
പത്രോസ് പടകളിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു കേട്ടോ, ഇന്ന് രാത്രി പലരും ഇതേ സ്വഭാവമാണ്. നടന്നു കുറെ മുൻപോട്ട് ചെല്ലും, വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി ധീരതയോടെ നടക്കും, എന്തിനും ഏതിനു വേണ്ടി തയ്യാറായി പോകും. പക്ഷെ അല്പം മുൻപോട്ട് നടന്നു പോയപ്പോൾ അവന്റെ നോട്ടം മാറി. നീയാകുന്നുവെങ്കിൽ ഞാൻ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞവന്റെ നോട്ടം മാറി. അവൻ കാറ്റിനെ നോക്കി. സ്തോത്രം. അവൻ കാറ്റിനെ നോക്കിയപ്പോൾ ഉള്ളിൽ ഭയം കയറി. നോക്കണ്ടവന് നോക്കി ഇറങ്ങിയവന് കടലിലെ ഭയം അവന് ഇല്ലായിരുന്നു. ആമേ, സമുദ്രത്തിന്റെ ആഴം അവന്റെ ഭയത്തിലേക്ക് വന്നില്ല. ഇത് വെള്ളമാണെന്ന് ഓർത്തില്ല. അവൻ നോക്കണ്ടവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പടകിൽ നിന്ന് അവനിതാ കരയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി. എന്നാൽ ആ വെള്ളത്തിൽ കൂടി നടന്ന് മുൻപോട്ട് പോയപ്പോൾ അവന്റെ അല്പസമയത്ത് നോട്ടം ഒന്ന് കാറ്റിന്റെ നേരെ നോക്കിയപ്പോൾ അവൻ താഴാൻ തുടങ്ങി. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, ഇന്ന് രാത്രി 2020 ദൈവം നിന്നെ ജയത്തോടെ നടത്തിക്കൊണ്ട് വന്നു. 2021 നിന്റെ നോട്ടം പ്രതികൂലത്തിലേക്കാകല്ലേ, നിന്റെ കഷ്ടതയിലേക്കാകരുത്, നിന്റെ ഇല്ലായ്മയിലേക്കാകരുത്, നിന്റെ രോഗത്തിലേക്കാകരുത്, നിന്റെ ദുഃഖത്തിലേക്കാകരുത്, നിന്റെ ഒറ്റപ്പെടലേക്കാകരുത്, നിന്റെ കുഞ്ഞുങ്ങളുടെ മറ്റേതൊരു വിഷയത്തിലേക്കാകരുത്, നിന്റെ ബിസിനസിന്റെ തകർച്ച കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേത് സാഹചര്യം ആകരുത്. നോട്ടം യേശുവെങ്കിലാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലരും താഴ്ന്നു പോകുമ്പോൾ ഇന്ന് രാത്രി ലൈവിൽ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, നീ താഴാനല്ല, നീ പ്രതികൂലങ്ങളെ കീറി മുറിച്ചുകൊണ്ട്, നീ പ്രതിസന്ധികളെ കീറി മുറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, യോർദാനെ കീറി മുറിച്ചിട്ട് അവയെ അഭിഷക്തന്മാരെ പെട്ടകത്തെ അക്കരയ്ക്ക് കയറ്റിയ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുക. 2021 ജീവിതത്തിലെ ചില നന്മകൾ പ്രാപിച്ചുകൊണ്ട്, ചില അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് നീ മുൻപോട്ട് കുതിക്കാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. നീ ചില ആമേസ്തോത്ര രാജ്യങ്ങളെ നീ ആമേസ്തോത്ര കാലുകുത്താൻ പോവുക. ചില രാജ്യങ്ങൾ നീ ഹല്ലേലൂയ ആമേ ചെന്ന് ഹല്ലേലൂയ അതിന്റെ ചില നന്മകളെ നീ കാണാൻ പോകുക. ദൈവാത്മാ വിളിച്ചു പറയുക, നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് ആമേ ചില നന്മകളെ എന്റെ ദൈവം അയക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ അഭിഷക്തനെ ദൈവം നിന്നെ ഹല്ലേലൂയ ചില ആമേസ്തോത്ര ദൈവികമായ പദ്ധതി അനുസരിച്ച്, ദൈവിക പ്ലാനിംഗ് അനുസരിച്ച്, ദൈവിക ശുശ്രൂഷയുമായി ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോകുക. 2021 എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ രോഗക്കിടക്കയിൽ നിന്ന് ദൈവം നിന്നെ ആരോഗ്യത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോയ ദൈവ പൈതലേ, നീ രോഗി എന്ന് പറഞ്ഞ് ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി നടക്കത്തില്ല, ഇനി സൂര്യോദയം എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എനിക്കിനി എന്റെ ആയുസ് ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടത്തില്ലല്ലോ എന്ന് നീ ഹല്ലേലൂയ നിന്നെ നോക്കി വിധി എഴുതിക്കൊണ്ട് ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി വചനത്തിൽ കൂടെ നീ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കാൻ പോകുക. ആത്മാവിനെ വിളിച്ചു പറയുക, നീ ആരോഗ്യം പ്രാപിച്ച, ബലം പ്രാപിച്ച, സൗഖ്യം പ്രാപിച്ച ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുക. ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്ന് മരിച്ചുപോയി നാറ്റം വെച്ച അസ്ഥിയിൽ നിന്ന് മാംസങ്ങൾ അഴുകിപ്പോയ ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ ആ അസ്ഥിയിലേക്ക് മാംസങ്ങളെ പിടിപ്പിച്ച ജീവനുള്ള ഒരു വ്യക്തിയായി കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ആത്മാവിനെ വിളിച്ചു പറയുക, നീ ഹല്ലേലൂയ നിരാശയിൽ, ദുഃഖത്തിൽ, ഇനി ജീവിതത്തിൽ മുൻപിൽ ആമേ ജയമില്ല, ഇനി ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല, ഇനി ഒരു രക്ഷയുമില്ല എന്ന് നീ വിധി എഴുതിയത് എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ജയത്തോടെ പുറത്തെടുത്ത് നിന്നെ മാനിക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം. പിതാവേ, മാതാവേ, നിന്റെ തലമുറകൾക്ക് ഇനി ഉയർച്ചയ്ക്ക് സാധ്യതയില്ലല്ലോ. ആമേ, ഇതോടുകൂടി ഇങ്ങനെയൊക്കെ കണ്ടര് ജീവിതം തീരത്തെയുള്ളത് നീ വിവാഹേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്ന് രാത്രി വിളിച്ചു പറയില്ല, നിന്റെ തലമുറകൾ പുറത്തു വരും, നിന്റെ തലമുറകൾ പുറത്തു വരും. നിന്റെ സഭയുടെ അതിർ വരമ്പുകൾ വിശാലമാക്ക്. അഭിഷേകത്തിന്റെ ശുശ്രൂഷയുടെ നിലവാരങ്ങളെ ദൈവം മാറ്റാൻ പോകുക. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. കാറ്റ് കണ്ട് പേടിച്ചു. ആമേൻ, പേടിച്ചു. കാറ്റിനെ കണ്ടപ്പോ പേടിച്ചു. പേടിച്ചപ്പോൾ തൽക്ഷണങ്ങളിൽ അവൻ മുങ്ങിത്തുടങ്ങി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇന്ന് രാത്രി ചില കാറ്റുകൾ, ചില ഈശാനമൂലൻ കാറ്റുകള്, ചില പ്രതികൂലത്തിന്റെ കാറ്റുകള്, ചില കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞു വീശുമ്പോൾ സ്തോത്രം, ഭയം പിശാച് കൊണ്ടുവരും. ചെറിയ രോഗങ്ങൾ, ചെറിയ വേദനകള്, ചെറിയ ചെറിയ പ്രതിസന്ധികള് ഇവൻ ജീവിതത്തിന്റെ മടയിലേക്ക് കടത്തിവിടും. നിൽക്കാൻ പറ്റാതെ ബാലൻസ് തെറ്റുന്ന പോലെ തോന്നും. സ്തോത്രം, രോഗിയായി, സ്തോത്രം, ഡോക്ടർമാർ പറഞ്ഞു രോഗിയാ, ഇന്ന നിലവാലാണ്, അർജന്റ് ഒരു ഓപ്പറേഷൻ വേണം, പലതും ഇങ്ങനെ പറയും. സ്തോത്രം, ഇത്ര ലക്ഷം രൂപ കെട്ടിവയ്ക്കണം, സാധ്യതകളൊന്നും നിന്റെ കയ്യിലില്ല. സ്തോത്രം, കുഞ്ഞുങ്ങൾക്കൊരു വിസ വരുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഇല്ല. സ്തോത്രം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്കൊരു നല്ല പഠനത്തിനുള്ള അഡ്മിഷൻ എടുക്കണം, അഡ്മിഷൻ എടുത്തതാണ് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി വേണം, അവരുടെ ഭാവി ജീവിതം നടക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഒരു വീട് പണിയണം, പഠിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, പക്ഷെ മുൻപോട്ട് നയിച്ചു അത് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാ, സ്തോത്രം, നീ കാറ്റ് കണ്ട് പേടിക്കരുത്, പേടിക്കാതെ മുങ്ങിപ്പോകുന്നു. എന്നാൽ നീ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരം നിന്നെ തേടി വരികയാ. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് വേഗം നിർത്താം. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. കേട്ടോ, ഒറ്റ നിലവിളിയുള്ളൂ, ഒറ്റ നിലവിളിയാ നിലവിളിച്ചുള്ളൂ. പേടിച്ചിട്ട് മാറത്തൊടിച്ചു ഒറ്റ അലർച്ചയാ, എന്നെ രക്ഷിക്കണമേ. സ്തോത്രം, സ്തോത്രം. ദൈവകുഞ്ഞേ, നീ ഇരിക്കുന്ന ഇരിപ്പടത്തിരുന്നു കൊണ്ട് നിന്റെ ഹൃദയം തുറന്നിട്ട് നീ ഹൃദയത്തിന്റെ അകത്തുനിന്ന് എന്നെ രക്ഷിക്കണമേ എന്നൊറ്റ നിലവിളി വിളിച്ചവിടല്ലോ, സ്വർഗം അവിടുന്ന് വിട്ടിട്ട് സർവശക്തനായ ദൈവം നിന്റെ അരിയിൽ ഇറങ്ങി വരും. വഴിയരി 38 വർഷമായി സ്തോത്രം ഇരുന്ന വ്യക്തി, സ്തോത്രം, ഒറ്റ നിലവിളിയാ, ഒറ്റ നിലവിളിയാ. ഹല്ലേലൂയ. സ്തോത്രം. യേശു അവന്റെ അരികിലേക്ക് വരികയാ, കടന്നു പോകുകയാ. വിളിച്ചു, അവനവിടെ നിന്നു. എത്ര തിരക്കുണ്ടെങ്കിലും നിന്റെ ഹൃദയത്തിനകത്തു നിന്നുള്ള നിലവിളിയുടെ ശബ്ദം പുറത്തു വന്നാലുണ്ടല്ലോ, അരുമനാഥൻ അവിടെ നിന്നിട്ടോ നിനക്ക് ഉത്തരം തന്നിട്ടേ മുൻപോട്ട് പോകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി നാം കരയാൻ തയ്യാറാണോ? വിളിക്കാൻ തയ്യാറാണോ ദൈവവൈദ്യനെ? വിളിക്കാൻ തയ്യാറാണോ സഹോദര? വിളിക്കാൻ തയ്യാറാണോ സഹോദരി? നീ ആരുമാകട്ടെ, നിന്റെ ജാതിയോ മതമോ നിന്റെ ഒന്നും അവന് വിഷയമല്ല. ഇന്ന് രാത്രി കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഇതാ ഒരു കരം തൽക്ഷണത്തിൽ നീണ്ടുവരികയാണ്. സ്തോത്രം. സമുദ്രം ആഗ്രഹിച്ചു, കൊതിച്ചു ഇവനെ ആഴത്തിൽ വലിച്ചുകൊണ്ട് ഒടുക്കിക്കളയാം. 2020 പലപ്പോഴും നിന്നെ ഒടുക്കിക്കളയാൻ പിശാച് നോക്കിയില്ലേ? നിന്റെ വീടിന്റെ അകത്തേക്ക് ശവപ്പെട്ടികൾ കയറി വരാനുള്ള സാധ്യതകളും വഴികളും ശത്രു ഒരുക്കിയില്ലേ? സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്സിജൻ സിലിണ്ടർ നിന്റെ വീട്ടിൽ നിന്ന് അറ്റുപോകാതെയുള്ള പദ്ധതികളും പിശാച് ഒരുക്കിയില്ലേ? ഇന്ന് രാത്രി വിളിച്ചു പറയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തെ കരച്ചിലുണ്ടല്ലോ, അത് പുറത്തേക്ക് വരും. ഉയരത്തിൽ അപ്പൻ ഇറങ്ങി വരും, അവൻ ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ നിന്റെ രോഗത്തിന്റെ കാഠിന്യത ചോദിക്കത്തില്ല. സ്തോത്രം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉലകത്തിലെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാ. ജന്മം കൊടുത്ത മാതാവിനോ പിതാവിനോ സഹോദരന്മാർക്കോ ഈ ലോകത്തിൽ ആർക്കും ചോദിക്കാത്തൊരു ചോദ്യമാണ് യേശു ചോദിച്ച്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതിന്റെ അർത്ഥം എന്താ? നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാമെന്ന്. സ്തോത്രം. ആർക്ക് കഴിയും കുഞ്ഞെ? ആർക്ക് കഴിയൂ സോദാവേ? ആർക്ക് കഴിയും പ്രിയരെ ഇതുപോലൊരു ചോദ്യം മനുഷ്യനോട് നമ്മളോട് ചോദിക്കാൻ? എന്ത് ചോദിച്ചാലും എസ്തേറിനോട് രാജാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? അവനെന്തോട് ഡിമാൻഡ് വെച്ചു, രാജ്യത്തിന്റെ പാതിയോളം തരാം. അത്രേ അവന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ജീവതുല്യമായി സ്നേഹിക്കുന്നവളാ,
ആമേ സ്തോത്രം. പക്ഷെ രാജാവിന് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാ സ്വർഗം അങ്ങനെയല്ല പറഞ്ഞത്. സർവശക്തനായ യേശു അങ്ങനെയല്ല. നാം വിശ്വസിക്കുന്ന യേശു അപ്പച്ചൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾക്ക് ഒരു ഡിമാൻഡുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെങ്കിലും 1, 2, 3 മക്കളുണ്ടെങ്കിൽ ഒരു സ്വത്തുണ്ടെങ്കിൽ സ്വത്ര ആരോടും പറയത്തില്ല ഞാൻ നിനക്ക് എന്താ ചെയ്തതെന്ന്. ഒരുത്തരെ മാറ്റി നിർത്തി ചോദിക്കത്തില്ല. കഴിയത്തില്ല അങ്ങനെ ചോദിക്കാൻ. ആർക്കും കഴിയത്തില്ല. ഒരു മെഡിക്കൽ ഡോക്ടറിന് കഴിയത്തില്ല. ഒരു പ്രധാനമന്ത്രിക്കോ നമ്മുടെ ആയിരിക്കുന്ന മറ്റാർക്കും കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം ചോദിക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അഖിലാണ്ടങ്ങളുടെ ഉടയവൻ, ഇതിന്റെ സകലത്തിന്റെ സൃഷ്ടാവ്. അവൻ പറഞ്ഞ സകലതും അനുസരിക്കും. അവൻ കൽപ്പിച്ച സകലം ഉളവായി വരും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചില ശൂന്യതകളെ എന്റെ കർത്താവ് ഉളവാക്കിയെടുക്കാൻ പോവുക. ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇന്ന് രാത്രി ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കാൻ പോവുക. ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം. ചില രോഗബന്ധനങ്ങളെ എന്റെ കർത്താവ് അഴിക്കാൻ പോകുക. ചില മാനസിക സംഘർഷത്തിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് സൗഖ്യം തരാൻ പോകുക. കണ്ണുകളടച്ചോ പ്രാർത്ഥിച്ചോ ഈ രാത്രി വലിയ വിടുതൽ നടക്കാൻ പോകുക. ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവാത്മാവിൽ ഈ രാത്രി വലിയ സൗഖ്യങ്ങൾ നടക്കാൻ പോകുക. സൗഖ്യങ്ങൾ നടക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഉടകമന രാജകരാധനകര ശബ്ദരെ വൈഡമാനക ദൂരവട്ടം വൈഡമാനകാരക. ആത്മാവിൽ ഇന്ന് രാത്രി ലൈവിൽ ഞാൻ വിളിച്ചു പറയുക. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 34 വയസ്സായ ഒരു യൗവനക്കാരൻ ഉടമന വൈഡമാന ഹസ്തരാധന ഈ ലൈവിൽ ഇന്ന് രാത്രി സ്തോത്രം. ആമേൻ. ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുക. നിന്റെ ശരീരത്തിൽ കത്തിവെക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്നേഹിത, നീ അസാധാരണമായ വിടുതൽ പ്രാപിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കാൻ പോകുക. സ്തോത്രം. വീടിന്റെ അകത്ത് സ്തോത്രം ഹല്ലേലൂയ. കുടുംബജീവിതത്തിന്റെ ഭദ്രതയിൽ സ്തോത്രം ഏറ്റക്കുറച്ചിലുണ്ടായി. കുടുംബബന്ധം വിച്ഛേദിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ. വാക്ക് തർക്കത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന യുവാവേ യുവതിയെ ദൈവാത്മ വിളിച്ചു പറയുക. ഇന്ന് രാത്രി ദൈവശബ്ദം നിന്നെ തേടി വരികയാ. വരിക എന്നുള്ള ശബ്ദം നിന്നെ തേടി വരികയാ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. നിങ്ങളെ ദൈവാത്മ എടുത്ത് പണിയാൻ പോകുക. ഉടകമന രാജകരെ അസ്തമാരക. ഒരു വിടുതൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുക. നിന്റെ ലൈഫിൽ അസാധാരണമായ ഒരു ദൈവിക മിറാക്കിൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുക. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക. സ്തോത്രം ഹല്ലേലൂയ. അഡഗമന രാജകരാധനകരക ശബ്ദരെ. സ്തോത്രം ഹല്ലേലൂയ. ചില ട്യൂമർ രോഗികള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കാൻ പോകുക. സൗഖ്യം പ്രാപിക്കാൻ പോകുക. ഓപ്പറേഷന് വേണ്ടി വിധി എഴുതി കാത്തിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ. പ്രിയ സഹോദരി, സ്തോത്രം 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 ഹല്ലേലൂയ. ഭയാനകരമായ ബ്ലീഡിങ് അസാധാരണമായിരിക്കുന്ന നിലവാരങ്ങളിൽ നടന്ന് ഭയത്തോടെ ഇരിക്കുകയല്ലേ. ഇന്ന് രാത്രി 12 വർഷമായി രക്തസ്രാവം പിടിച്ചവർ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടപ്പോൾ ഒരു ശക്തി അവിടുന്ന് പുറപ്പെട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ സ്ത്രീയുടെ മേൽ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി കടന്നു പിടിക്കട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഹസ്തരാജ. ദൈവിക സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. ദൈവിക സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ. അസ്ഥികളിലും ഞരമ്പുകളിലും വേദനകള് ശരീരത്തിന്റെ വിരലുകൾ കോച്ചി പിടിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. കുനിഞ്ഞു കഴിഞ്ഞാൽ നൂരാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അസാധാരണ വേദനയാൽ ഭാരപ്പെടുന്ന സ്തോത്രം സഹോദര, ഇന്ന് രാത്രി യേശുവിന്റെ കരം നിന്നെ തൊടാൻ പോവുക. വചനം ഇങ്ങനെ പറയുന്നു. സാക്ഷാൽ അവൻ നമ്മുടെ വേദനകളെ ചുമന്നവൻ. ഇന്ന് രാത്രി വേദനകളെ യേശു ചുമന്നെടുക്കുകയാണ്. സൗഖ്യം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിച്ചിറങ്ങുക. തലകൾ വണക്കിക്കോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. അഡമാന വൈഡമാന കരക ശബ്ദന. ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടൽ നടക്കുക. പരിശുദ്ധാത്മാവിന് ഇടപെടൽ നടക്കുക. ജസ്റ്റിൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വിടുതലിന്റെ കരം നിന്നെ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കുകയാ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവിക വിടുതലുകൾ സംഭവിക്കുക, ദൈവിക വിടുതലുകൾ നടക്കുക, ദൈവിക വിടുതൽ നടക്കുക. അടമാന വൈഡവാരക സ്തംഭര് ദൂരവാലവ ദൈവാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുക. നിന്നെ ഒടുക്കി കളയുമെന്ന് പിശാച് വാദിക്കുകയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയുടെ പടുകുഴിയിൽ ഭയം ഭയം മരിക്കണം 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 എന്ന് നിന്റെ അന്തരാത്മാവിൽ ഇരുന്നുകൊണ്ട് മരണത്തിന്റെ ശബ്ദം നീ കാതുകൾ കേൾക്കുകയല്ലേ. ഇന്ന് രാത്രി ആ മരണത്തിന്റെ ഭീതി അലട്ടുന്ന പൈശാചിക ശക്തിയെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രായന്റെ നാമത്തിൽ അമർഷമ ശാസിച്ചകറ്റുകയാ. വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അസാധാരണ ദൈവശക്തി ഇന്ന് രാത്രിയിൽ കടന്നു പിടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാ, ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുക. ജോസ് ഉടമന വൈഡമാനക ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടല ഇന്ന് രാത്രി നിന്റെ മേൽ സംഭവിക്കട്ടോ. നിന്റെ തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഹല്ലേലൂയ. ചില ഉന്നതങ്ങളിലേക്ക് ദൈവം നടത്തും, ചില ഉന്നതങ്ങളിലേക്ക് ദൈവം നടത്തും. അടമന വൈഡമാന ഹസ്തരാധന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുക, രാത്രി നിന്നെ സ്പർശിക്കുക. സ്തോത്ര. ഒരു വശത്തേക്ക് മാത്രമേ ചെരിഞ്ഞു കിടക്കാൻ പറ്റുന്നുള്ളൂ, മറുവശത്തേക്കോ നിവർന്നോ കവനം കിടക്കാൻ കഴിയാതെ വേദന കൊണ്ട് ഭാരപ്പെടുന്ന അടകമന സഹോദരി, ദൈവത്തിന്റെ ആത്മ ഇന്ന് രാത്രി അവന്റെ കരം ഇന്ന് രാത്രി നിന്റെ വേദനയുള്ള വശങ്ങൾ തൊടാൻ പോകുക, തൊട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നീ സൗഖ്യം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ മിറാക്കിൾ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ത്രൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അടകമന രാജകര ജഗനി ശബ്ദുരിയാജക രിഗജനഘടക അടകമന രാജനഗരക ദൈവാത്മ പലരെയും പേരുകൾ കാണിക്കുന്നുണ്ട്, പലരെയും രോഗവിവരങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാണിക്കും. ഇന്ന് രാത്രി ഞാൻ പേര് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് രാത്രി നടക്കുക കേട്ടോ. ഒരു വലിയ മിറാക്കിൾ ഇന്ന് രാത്രി നടക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീസ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ വിടുതൽ നടക്കുക, വിടുതൽ നടക്കുക. യേശുവിന് ഇന്ന് രാത്രി സംഭവിക്കട്ടെ അത്. ഓ റാം തുനിയാരക വൈഡമാനകാരക ശബ്ദര ജഗന്ധനഘടക സാധുരിയാദന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതിന്മേൽ ആത്മാവിൽ ഒരു വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ ഫേസ്ബുക്ക് ലൈവിൽ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ ഈ രാത്രി ലൈവിൽ കയറിയിരിക്കുന്ന ജീവിതങ്ങളെ അധികാരമുള്ളവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ബ്ലെസ്സിംഗ് ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചില ക്യാൻസറുകൾ അന്നനാളത്തോടുള്ള സ്തോത്ര ഭാഗങ്ങളിൽ ചില ക്യാൻസർ പോലെയുള്ളതായിരിക്കുന്ന രോഗത്തിന്റെ ഭീതിയിൽ ഭയപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആ ഭയം അവരെ വിട്ട് മാറട്ടെ. നട്ടലിന്റെ ഹല്ലേലൂയ സ്തോത്രം ഭാഗത്ത് സ്തോത്രം ഹല്ലേലൂയ ഊരയിലും നട്ടലുമായി ജോയിന്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അസാധാരണ വേദന കൊണ്ട് പുളയുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ കരത്താൽ മാതാവ് സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി കരയുന്നത് ഉപവസിക്കുന്ന മാതാപിതാവ് ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിന് മേൽ വിടുതല തലമുറയുടെ മേൽ അയക്കുകയാ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും 2021 ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഭിഷേകത്തിന് നിന്റെ ശുശ്രൂഷ ഗതി ദൈവത്തിന്റെ ആത്മാവ് ഈ 2021 മാറ്റാൻ പോകുകട്ടോ. ഒരു ഏലീശയെ പോലെ ദൈവം നിന്നെ ശക്തിയോടെ ഉപയോഗിക്കാൻ പോകുക. അഡമന വൈഡമാനക ഒരുങ്ങിക്കോ. ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുക. കർത്താവേ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന് ജനത്തെ ആത്മാവിൽ ഒരിക്കൽ ബ്ലെസ്സിംഗ് ചെയ്യുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞാൽ വരിക വരിക. സ്തോത്ര. 21 ഒരു അഭിഷേകത്തിന്റെ നന്മയുടെ വർഷമായി ആത്മാവിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരങ്ങളെ കേൾപ്പിയെടുത്തോണ്ട് സ്തോത്രം. വോയിസ് ഓഫ് സീരാ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഇതിന്റെ നടത്തിപ്പുകാര കർത്താവിന്റെ അഭിഷേകത്തിന് യേശുവിന്റെ നാമത്തെ ഒരിക്കൽ കൂടി ആത്മാവിൽ ബ്ലെസ്സിംഗ് ചെയ്ത്
പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. കർത്താവിനെ ഏറ്റെടുത്തോണ്ട് സ്തോത്രം, അത്ഭുതം ചെയ്തോണ്ട് നന്ദി, പ്രാർത്ഥന കേട്ടോണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഈ തിരുവചനങ്ങളാ ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. God bless you. God bless you. Amen.